മാപ്പിളപ്പാട്ടിൻ്റെ താളങ്ങളാലും രാഗങ്ങളാലും പാടപ്പെടുന്ന ഒരു സംഗീത സൃഷ്ടി. ഗൗതമ ബുദ്ധൻ്റെ മഹത്വം, അദ്ദേഹത്തിൻ്റെ ദർശനം, ലോകത്തിനുപകരിച്ച ദയയും ധർമ്മവും മനോഹരമായി മാപ്പിളപ്പാട്ടിൻ്റെ ഭാവത്തിൽ നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുകയാണ് മലയാളം ഓപ്ഷണലെ വിദ്യാർത്ഥികൾ. തഥാഗത, ബുദ്ധൻ്റെ സന്ദേശങ്ങളും ദാർശനികതയും ചേർത്തൊരുക്കിയ ഈ ഗാനം അത് നിങ്ങളെ ശാന്തിയിലേക്ക് നയിക്കും. ലോകനായക ബുദ്ധ ധർമ്മനീതിയുള്ളോനെ, BC 5-ാം നൂറ്റാണ്ടിൽ ലുംബിനിയിൽ ജനിച്ചോനെ, ധർമ്മമാറിയുന്നോനെ, 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 ലോകനായക ബുദ്ധ ധർമ്മനീതിയുള്ളോനെ, BC 5-ാം നൂറ്റാണ്ടിൽ ലുംബിനിയിൽ ജനിച്ചോനെ, ധർമ്മമാറിയുന്നോനെ, 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 ധർമ്മമാറിയുന്നോനെ. ധ്യാനത്തിൻ്റെ വിളക്കായി തിളങ്ങുന്ന മനസ്സെ, കരളിലെ കടലിനെ ഉണർത്തുന്ന മനസ്സെ, സമത്വത്തിൻ പാതയിലായി ചലിക്കുന്ന മനസ്സെ, ഉറുമ്പിനെ നോവിക്കാത്ത മനസ്സിൻ്റെ ഉടമേ, ധ്യാനത്തിൻ്റെ വിളക്കായി തിളങ്ങുന്ന മനസ്സെ, കരളിലെ കടലിനെ ഉണർത്തുന്ന മനസ്സെ. ശ്രീബുദ്ധൻ ശാന്തിക്കായി അണയുന്നുണ്ടേ, സ്നേഹത്തിൻ തണലുമായി ഇത വരുന്നേ. ലോകനായക ബുദ്ധ ധർമ്മമാറിയുന്നോനെ, BC 5-ാം നൂറ്റാണ്ടിൽ ലുംബിനിയിൽ ജനിച്ചോനെ, ധർമ്മമാറിയുന്നോനെ, 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 ധർമ്മമാറിയുന്നോനെ. സമ്പൂർണ്ണ ജ്ഞാനത്തിനായി ലോകം ചുറ്റിയോനെ, സഹജീവി സ്നേഹത്തിനായി ത്രിപിടിക രചിച്ചു, കെട്ടിപ്പോയ പെണ്ണുങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുത്തു, സന്യാസത്തിൽ പ്രവേശിക്കാൻ അനുമതി കൊടുത്തു, കെട്ടിപ്പോയ പെണ്ണുങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുത്തു, സന്യാസത്തിൽ പ്രവേശിക്കാൻ അനുമതി കൊടുത്തു. ശ്രീബുദ്ധൻ ശാന്തിക്കായി അണയുന്നുണ്ടേ, ബുദ്ധൻ്റെ വചനത്തിൻ ചെവി കൊടുക്കൂ. അഹിംസതൻ സന്ദേശങ്ങൾ ലോകത്താകെ പരത്തി, സ്വാർത്ഥത ഉപേക്ഷിച്ച് വിദ്വേഷവും അകറ്റി, അറിവിൻ്റെ വെളിച്ചത്തെ മനസ്സുകൾ കേകി. അഹിംസതൻ സന്ദേശങ്ങൾ ലോകത്താകെ പരത്തി, സ്വാർത്ഥത ഉപേക്ഷിച്ച് വിദ്വേഷവും അകറ്റി, അറിവിൻ്റെ വെളിച്ചത്തെ മനസ്സുകൾ കേകി. ലോകനായക ബുദ്ധ ധർമ്മനീതിയുള്ളോനെ, BC 5-ാം നൂറ്റാണ്ടിൽ ലുംബിനിയിൽ ജനിച്ചോനെ, ധർമ്മമാറിയുന്നോനെ, 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 ധർമ്മമാറിയുന്നോനെ. ഭാരതീയ സാംസ്കാരിക പൈതൃകത്തിലെ സവിശേഷ കാലമായിരുന്നു വേദകാലഘട്ടം. ആത്മീയതയുടെ ഉൾക്കാഴ്ചയും പ്രകൃതിയോടുള്ള ഏകീകരണവും ജ്ഞാനത്തിനോടുള്ള ആദരവുമെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു യുഗമായിരുന്നു അത്. വേദകാലഘട്ടം അതൊരു മൂല്യമാണ്. വേദകാലഘട്ടത്തിൻ്റെ ഉള്ളറകളിലേക്ക് കടക്കാൻ ഒരു കവിതയും അല്പം സംഭാഷണവുമായി മലയാളം ഓപ്ഷണലിലെ
വിദ്യാർത്ഥികളെത്തുന്നു. നമസ്കാരം. ഹിന്ദുമതത്തിലെ പ്രാചീന ഗ്രന്ഥങ്ങളാണ് വേദങ്ങൾ. ഇവ ആധികാരികമായ ധർമ്മഗ്രന്ഥങ്ങളായും ജ്ഞാനത്തിൻ്റെ ഉറവിടമായും കണക്കാക്കപ്പെടുന്നു. വേദങ്ങളെക്കുറിച്ച് ഒരു കവിത. 4 വേദങ്ങൾ പാടിപ്പറയും ജീവിതത്താളമീ ജ്ഞാനഗീതം. സത്യമെന്ന ദീപം തെളിയിക്കുന്നു സനാതന ശബ്ദവേദമാം സംഗീതം. ഋഗ്വേദം ഗായത്രി മന്ത്രമഴകിൽ ദേവതാരചന ഗീതമാകുന്നു. അഗ്നിയെ സൂര്യനെ ഇന്ദ്രനെ സ്രഷ്ടാവിൻ സ്മൃതികളാലെ പാടുന്നു. യജുർവേദം യജ്ഞവേദിയായി കർമ്മമാർഗങ്ങൾ തുറക്കുന്നു. ഹോമവും പ്രായശ്ചിത്തവും ചേർത്ത് ധർമ്മത്തിൻ്റെ വഴികാട്ടുന്നു. സാമവേദം സംഗീത ജീവൻ ചൈതന്യമാകുന്നു വാക്കുകളിൽ. സമഗാനരാഗങ്ങൾ തോക്കി ഭക്തിഭാവം ഉണർത്തുന്നു മനസ്സിൽ. അഥർവവേദം ഔഷധമന്ത്രം ജീവിതത്തിനായി ഉപദേശങ്ങൾ. രോഗപരിഹാരം ആയുഷ്മാൻ മന്ത്രം സന്തതിക്കായി വാഴ്ത്താവശ്യങ്ങൾ. 4 വേദങ്ങൾ പാടിപ്പറയും ജീവിതത്താളമീ ജ്ഞാനഗീതം. സത്യമെന്ന ദീപം തെളിയിക്കുന്നു സനാതന ശബ്ദവേദമാം സംഗീതം. താങ്ക് യു. നമസ്കാരം. മാന്യ സദസ്സിന് വന്ദനം. വേദകാലഘട്ടത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെക്കുറിച്ചിട്ട് ഏതാനും കാര്യങ്ങൾ സംസാരിക്കുക എന്നതാണ് എൻ്റെ കർത്തവ്യം. വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം തന്നെ പല നിലയിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ അധ്യാപക വിദ്യാർത്ഥി ബന്ധത്തിലും ധാരാളം വിള്ളലുകൾ വരുന്നതായിട്ട് നമ്മൾ വാർത്താമാധ്യമങ്ങളിലൂടെയൊക്കെ ഒരുപാട് കാര്യങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ തന്നെ അധ്യാപക വിദ്യാർത്ഥി ബന്ധത്തെ നിരർത്ഥകമാക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ഈ അടുത്ത കാലത്തായിട്ട് നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു അധ്യാപക വിദ്യാർത്ഥി ബന്ധമെന്ന് പറയുന്നത് അത്രയും സുതാര്യമായി തീർന്നതിൻ്റെ ഒരു അനന്തരഫലമായിട്ട് നമുക്കതിനെ വ്യാഖ്യാനിക്കാം. ആ ഒരു കാലഘട്ടത്തിൽ എന്തുകൊണ്ടും വളരെ പ്രസക്തമാണ് നമ്മൾ ഈ ഒരു പുരാതന കാലഘട്ടത്തിലെ, അതായത് നമ്മുടെ വേദ കാലഘട്ടത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെക്കുറിച്ചിട്ടും ആ കാലഘട്ടത്തിലെ അധ്യാപക വിദ്യാർത്ഥി ബന്ധത്തെക്കുറിച്ചിട്ടും അറിയുക എന്നുള്ളത്. അത് അനുകരിക്കുന്നതിന് വേണ്ടിയല്ല, മറിച്ച് അങ്ങനെ ഒരു പവിത്രമായ ഒരു ചരിത്രം നമുക്കുണ്ടായിരുന്നു എന്നതിൻ്റെ ഒരു ബോധ്യപ്പെടുത്തലായിട്ടെങ്കിലും നമ്മൾ അത് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഭാരതീയ വിദ്യാഭ്യാസ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മഹത്തായ ഒരു അധ്യായമാണ് വേദകാലഘട്ടം എന്ന് പറയുന്നത്. വേദകാലഘട്ടത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായം അഥവാ വിദ്യാഭ്യാസ സംവിധാനം അത് ലോകപ്രസിദ്ധമാണ്. ഗുരുകുല വിദ്യാഭ്യാസത്തിന് നമുക്കൊരു പ്രത്യേക പരിചയപ്പെടുത്തലിൻ്റെ ഒരു ആവശ്യമൊന്നുമില്ല. മറിച്ച് അതെല്ലാവർക്കും വളരെ പരിചയമാണ്. നമ്മൾ ഒന്നുകിൽ അത് TV ഷോകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ചിത്രങ്ങളിലോ ഒക്കെ നമ്മൾ ആ ഗുരുകുല വിദ്യാഭ്യാസത്തിൻ്റെ ഏതാനും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും. അതായത് ഒരു ഗുരുവും ഒരുപാട് ശിഷ്യന്മാരും അടങ്ങുന്ന ഒരു സംവിധാനമായിരുന്നു അന്നത്തെ അധ്യാപക വിദ്യാർത്ഥി എന്ന് പറയുന്നത്. അവിടെ വിദ്യാലയം എന്ന് പറയുന്നത് ഗുരുവിൻ്റെ വീടാണ്. ഗുരുവിൻ്റെ വീട്ടിനെയാണ് ഗുരുകുലം അഥവാ വിദ്യാലയമായിട്ട് അന്നത്തെ കാലഘട്ടത്തിൽ കണക്കാക്കിയിരുന്നത്. ഗുരുകുല വിദ്യാഭ്യാസത്തിലേക്ക് കടക്കുന്നത് ഉപനയന എന്ന് പറയുന്ന ഒരു ചടങ്ങോട് കൂടിയിട്ടാണ്. ഈ ഉപനയന എന്ന് പറയുന്ന ചടങ്ങ് കഴിയുന്നതോടു കൂടിയിട്ട് ഒരു വിദ്യാർത്ഥി ഗുരുകുലത്തിലെ അംഗമാവുകയും അവിടെ തൻ്റെ മാതാപിതാക്കൾക്ക് പകരം ഗുരുവിനെയും ഗുരുപത്നിയെയും പ്രതിഷ്ഠിച്ച് അവരെ അത്ര കണ്ട് സ്നേഹത്തോടും ബഹുമാനത്തോടും ആദരവോടും കൂടി പരിപാലിക്കേണ്ടി വരുന്ന വലിയൊരു ദൗത്യമാണ് അവിടെ ഓരോ ശിഷ്യന്മാരും ഏറ്റെടുക്കുന്നത്. ഇന്നത്തെ പോലെ അവർക്ക് അധ്യാപകരെ സേവിക്കുക എന്ന് പറയുന്നത് ഒരു ലജ്ജാകരമായിട്ടുള്ള ഒരു കാര്യമായിരുന്നില്ല. മറിച്ച് അവർ വളരെ വിജ്ഞാനം ആർജിക്കാനുള്ള ഏറ്റവും മഹത്തായ ഒരു പാതയായിട്ടാണ് അതിനെ കണ്ടിരുന്നത്. ഗുരുകുലത്തിൽ അംഗമാകുന്ന ആ ശിഷ്യൻ അന്നു മുതൽ തന്നെ അവിടെയുള്ള സകല കാര്യങ്ങളെയും സകല ജോലികളും ചെയ്യുകയും തങ്ങളുടെയും ഗുരുവിൻ്റെയും കാര്യങ്ങൾ മാത്രമല്ല ഗുരുപത്നിയുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ പോലും സാധിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അതിനെ ചർച്ച ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇവിടെ ആ പഠിച്ച കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് പുതിയ കാര്യങ്ങൾ ശിഷ്യന് അതിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യാനുള്ള അവസരമാണിത്. അപ്പം ഈ ഒരു വിദ്യാഭ്യാസ രീതി കൂടിയാണ് വേദകാലഘട്ടത്തിൽ നിലനിന്നിരുന്നത്.